എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ട് 20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തനി നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. ഈ ഒരു റോസ്റ്റ് ഇതുവരെയും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം. അധികം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ പാചകത്തിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള ചിക്കൻ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും തനത് ശൈലിയിലുള്ള നാടൻ രീതിയിലുള്ള പാചകങ്ങളാണ് ഏറെയും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതും. ആ ഒരു റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായവും എനിക്ക് നിങ്ങൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇത് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. നിങ്ങൾ നമ്മുടെ റെസിപ്പികളെയൊക്കെ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. കൂടാതെ തന്നെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കാൻ മറക്കരുത്. ആ ഓരോ കമൻറ്റിലൂടെയും നിങ്ങൾ തരുന്ന വാചകങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് നല്ലൊരു പ്രചോദനം കൂടിയാണ് നൽകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും അതുപോലെ മറ്റുള്ള വിഭവങ്ങൾക്കൊപ്പം വിളമ്പാനായിട്ട് സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു റോസ്റ്റാണ്. മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ല മുരിഞ്ഞ പാകമായിട്ടാണ് ഈ ഒരു റോസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസിന് വളരെ ലൈക്കുകൾ കുറവാണ് കേട്ടോ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കാറ്ററിംഗ് സ്പെഷ്യൽ തനി നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. ഇനി നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കിലോ അളവിലുള്ള ചിക്കൻ നല്ല പോലെ കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. കറികൾ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ബാഡ് സ്മെല്ല് പോയി കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ ചോര വെള്ളം എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത വെള്ളത്തിൽ നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മുക്കി വയ്ക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് അല്പം ചെറിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു 12 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരളവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കന് 3 സവാള എന്ന കണക്കിൽ ഒരു 6 സവാളയും 2 തക്കാളിയും അരമുറി നാളികേരവും എടുത്തിട്ടുണ്ട്. ഈ ഒരു നാളികേരത്തിന്റെ ആ ഒരു തടിച്ച ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി നമുക്ക് അരച്ചാണ് ചേർക്കേണ്ടത്. സവാള നമുക്ക് ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്തൊന്ന് പൊടിയായി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നാളികേരവും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ 2 ബോൾ വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ചോപ്പറിലിട്ട് തന്നെ നമുക്കൊന്ന് പൊടിയായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സവാളയൊക്കെ പൊടിയായി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കറി തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഇനി നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ റോസ്റ്റ് തനി നാടൻ രീതിയിലാണ് പാചകം ചെയ്യുന്നത്. അതിനായിട്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളതും. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 5 ഏലക്കയും ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം സ്റ്റാറും 5 കറിയാമ്പും കൂടി ചേർക്കാം. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച നാളികേരം കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം. നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ നാളികേരം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സവാള ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്ത് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ടതും. വഴറ്റുന്ന സവാള വളരെ എളുപ്പത്തിൽ തന്നെ മുരിഞ്ഞു കിട്ടുന്നതിനായിട്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് കൂട്ടി യോജിപ്പിച്ചിളക്കി കൊടുക്കണം. ഇനി സവാള നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഏതൊരു വിഭവത്തിനും ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് നമ്മൾ ചേർക്കുന്ന സവാളയെല്ലാം നല്ല മെറൂൺ കളറിലേക്ക് ആക്കിയെടുക്കണം. അപ്പോഴാണ് കറി കാണാനും അതുപോലെ കഴിക്കാനും നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലവണ്ണം തന്നെ മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റ് പെട്ടെന്ന് കിട്ടുന്ന ഓർഡറുകൾക്ക് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പാചക രീതിയാണ്.
അതും നമുക്ക് ഈ പാചകം ചെയ്തെടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് മാത്രമാണ് സമയം ആവശ്യമായിട്ട് വരുന്നതും. സവാള നല്ലവണ്ണം മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം പൊടികൾ എടുത്തു വെക്കാം. 2 കിലോ ചിക്കന് എടുത്തു വെച്ചിട്ടുള്ള മസാലകള് 2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവില് കുരുമുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പൊടികളിലേക്ക് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം. നമ്മൾ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ള പൊടികളുടെ അളവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള പൊടികളാണ് ഇതിലേക്ക് ചേർക്കേണ്ടതും. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ കൂടെ തന്നെ 3 ടീസ്പൂൺ അളവിലെ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികൾ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പൊടികൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച 2 തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടെ വെക്കണം. പൊടികൾ മൂത്ത് മണം വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഒരിക്കലും തക്കാളി നേരത്തെ അരച്ച് വെക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കയ്പ്പ് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുപോലെയുള്ള റോസ്റ്റുകളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ടും. തക്കാളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി തക്കാളി നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കണം. ചിക്കൻ ചേർക്കുവാണ്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ അരപ്പും ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലകൾ മുഴുവനും തന്നെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലകൾ പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്കിത് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടതും. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്തും ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഒരു 10 മിനിറ്റ് നേരമാണ് നമുക്ക് ഈ ചിക്കൻ മൂടി വെച്ച് കൊടുക്കേണ്ടതും. ആ ഒരു 10 മിനിറ്റ് സമയവും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടി ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. 10 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കാം. ദാ കണ്ടല്ലോ, നമ്മുടെ ചിക്കനിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ധാരാളം വെള്ളമെല്ലാം വന്ന് ഇതേ ഒരു പാകത്തിലാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ മസാലകളൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ഒന്നുകൂടെ നിരത്തി വെച്ചതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന്റെ ഉപ്പ് നോക്കാവുന്നതാണ്. നമ്മൾ സവാള വഴറ്റിയപ്പോൾ മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതുമാണ്. ഈ ഒരു സമയത്തും ഫ്ലെയിം സിമ്മിൽ വെച്ച് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനും പോകുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാനിതിലേക്ക് സവാളയുടെ അളവ് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു സവാളയുടെ ടേസ്റ്റ് കൂടി ആവുമ്പോഴാണ് ഇതിനെ വളരെ തന്നെ രുചി കൂട്ടുന്നതും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നേരമായിട്ടുണ്ട് ഇതുപോലെ മൂടി തുറന്ന് മസാലകൾ മുരിയിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്ക് മൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മാത്രം മൂടി വെച്ചാൽ മതിയാകും. 2 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പോലെ തന്നെ വറ്റി വരണ്ട് ഇതിലുള്ള എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്കിതുപോലെ തന്നെ ഒന്നുകൂടി അടിച്ചേർത്തിളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്വാദേറിയ നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതും. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിന്റെ കൂടെയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു വിഭവത്തിന്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വളരെ സ്വാദേറിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിച്ച് കിട്ടുന്ന രീതിയിലാണ് ഇതായിരിക്കുന്നതും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയതിന് ശേഷം ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള തനിനാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള തനിനാടൻ ചിക്കൻ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്വാദ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു പൊളി ഐറ്റം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റോസ്റ്റിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.